കേരളം ഏറെ ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വെറുമൊരു മോഷണത്തിനപ്പുറം ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മുറിപ്പെടുത്തിയ ഒരു വൻ ഗൂഢാലോചനയുടെ ചുരുളുകളാണ് ഓരോന്നായി അഴിയുന്നത്. ശബരിമല തന്ത്രി മുതൽ ദേവസ്വം ബോർഡിലെ ഉന്നതർ വരെ അന്വേഷണ നിഴലിലാണ്. എന്താണ് ഈ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ? മുൻ മന്ത്രിയുടെ അറസ്റ്റ് ഉടനുണ്ടാകുമോ? നമുക്ക് പരിശോധിക്കാം. ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിൽ പതിപ്പിക്കാൻ നൽകിയ സ്വർണം തട്ടിയെടുത്തു എന്നതാണ് ഈ കേസിലെ പ്രധാന ആരോപണം. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച വഴിവിട്ട സ്വാതന്ത്ര്യമാണ് അന്വേഷണ സംഘത്തെ അമ്പരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാർ, KP ശങ്കരദാസ് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉൾപ്പെട്ട കേസിൽ നടപടികൾ വൈകുന്നു എന്ന കോടതിയുടെ നിരീക്ഷണമാണ് പോലീസിനെ വേഗത്തിൽ നീങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിലേക്കാണ്. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. തനിക്കിതിൽ പങ്കില്ലെന്നും ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരില്ലെന്നും പ്രശാന്ത് മുൻപ് പറഞ്ഞിരുന്നെങ്കിലും അറസ്റ്റിലായ മറ്റു പ്രതികളുടെ പുതിയ മൊഴികൾ അദ്ദേഹത്തിന് കുരുക്കായിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകിയത് ആരാണ്? സൈബർ സെൽ ഇപ്പോൾ ശേഖരിക്കുന്ന ഡിലീറ്റ് ചെയ്ത ഫോൺ സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളും സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിലുണ്ടെന്ന് പോലീസ് സംശയിക്കുകയാണ്. ഒരു മുൻ മന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതകൾ അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പ് എക്കാലത്തും വിവാദമായിരുന്നു. ക്ഷേത്രത്തിന് ലഭിക്കുന്ന സ്വർണം കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ? സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളുടെ കാര്യത്തിൽ സുതാര്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾ വർഷങ്ങളായി ഉയരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നടന്നത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് ആരാധനാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്നുള്ള കൈക്കലാക്കലാണ്. മുൻപ് നടന്ന സ്വർണ്ണ കണക്കെടുപ്പുകളിലെ പൊരുത്തക്കേടുകൾ ഈ കേസുമായി എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന സൈബർ തെളിവുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗ് സംവിധാനം എത്രത്തോളം പരാജയമായിരുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പരിശോധിക്കണം. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിലെ ഒരു കീഴ് ജീവനക്കാരനോ തന്ത്രിയോ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു സ്വർണ്ണമാറ്റം സാധ്യമല്ല. ആരുടെയൊക്കെയോ ഗ്രീൻ സിഗ്നൽ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധം എന്തായിരുന്നു? ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത ഫയലുകൾ നീക്കിയതും സ്വർണം മാറ്റാൻ സൗകര്യമൊരുക്കിയതും പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രഹസ്യമൊഴികളിൽ വ്യക്തമാണ്. സർക്കാരിന്റെ നിലപാടിലെ വൈരുദ്ധ്യം നോക്കുക. ശബരിമലയിൽ യുവതീ പ്രവേശനം ഉണ്ടായപ്പോൾ ആചാര സംരക്ഷണത്തിന് പോലീസ് കാവലേർപ്പെടുത്തിയ സർക്കാർ സ്വർണം മോഷ്ടിക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു? വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല? മറിച്ച് ഹൈക്കോടതിയുടെ ചാട്ടാവാറടി കിട്ടുന്നത് വരെ പ്രതികളെ സംരക്ഷിക്കാൻ ഭരണകൂടം ശ്രമിച്ചുവെന്നത് പകൽ പോലെ വ്യക്തമാണ്. CPM നോമിനികളായി ദേവസ്വം ബോർഡിൽ എത്തിയവർ ഇത്തരമൊരു കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ സ്വർണ്ണ കവർച്ചാ കേസ് സർക്കാരിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കട്ടിളയിൽ നിന്ന് മാറ്റിയ സ്വർണത്തിന് പകരം വെച്ചത് എന്ത് ലോഹമായിരുന്നു? അത് എവിടെ നിന്ന് നിർമ്മിച്ചു? ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടുകൾ വൈകിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതായി സൂചനയുണ്ട്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ മാത്രമായി ചെയ്ത മോഷണമല്ല ഇതെന്നും ഇതിനു പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് സംശയിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകൾക്കൊപ്പം ഈ ഫോറൻസിക് റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നാൽ കൂടുതൽ ഉന്നതർ കുടുങ്ങും. ഈ കേസിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അധ്യായം ശബരിമല തന്ത്രിയുടെ അറസ്റ്റായിരുന്നു. സാധാരണഗതിയിൽ ക്ഷേത്രത്തിന്റെ സർവാധികാരിയായി കാണുന്ന തന്ത്രി തന്നെ പ്രതിക്കൂട്ടിലാകുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ അന്വേഷണ സംഘം വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. തന്ത്രിക്ക് സ്വർണം മാറ്റുന്നതിനെ കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു? അതോ ഉന്നതർ അദ്ദേഹത്തെ മറയാക്കി ഉപയോഗിക്കുകയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കാണ് പോലീസ് ഇപ്പോൾ ഉത്തരം തേടുന്നത്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സമാനമായ സാഹചര്യത്തിൽ ക്ഷേത്രത്തിലെ മറ്റ് ജീവനക്കാരെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. തന്ത്രി നൽകിയ മൊഴികളും അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴികളും തമ്മിൽ വൻ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗൂഢാലോചനയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടുവെന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്.
തന്ത്രി അറസ്റ്റിലായതോടെ ശബരിമലയിലെ നിത്യനിദാന ചടങ്ങുകളിൽ പോലും വലിയ ആശങ്കകൾ ഉയർന്നു. വിശ്വാസികളുടെ ആത്മീയമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ ഇത്തരമൊരു കൊള്ളയ്ക്ക് തന്ത്രി കൂട്ടുനിന്നു എന്ന ചോദ്യം രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസികൾക്കിടയിൽ വലിയ മുറിവായി മാറി. സ്വർണം മാറ്റിയതിലൂടെ ലഭിച്ച വൻ തുക എങ്ങോട്ട് പോയി? തന്ത്രിയുടെയും കൂട്ടുപ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ്. സ്വർണം വിറ്റ പണം ആരുടെയൊക്കെയോ കൈകളിലേക്ക് എത്തിയെന്ന് കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി രംഗത്തിറങ്ങാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. തന്ത്രിയെ മുൻനിർത്തി സ്വർണ്ണക്കവർച്ച നടത്തിയത് വഴി പ്രതികൾ വിചാരിച്ചത് ആരും തങ്ങളെ ചോദ്യം ചെയ്യില്ലെന്നാണ്. എന്നാൽ നിയമത്തിന് മുന്നിൽ തന്ത്രിയും സാധാരണക്കാരും തുല്യനാണെന്ന കോടതിയുടെ നിലപാടാണ് ഈ നിർണായക അറസ്റ്റിലേക്ക് നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്കും മുൻ മന്ത്രിയിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. ശബരിമല എന്നത് കോടിക്കണക്കിന് ഭക്തരുടെ പുണ്യ സങ്കേതമാണ്. അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള കേവലം ഒരു മോഷണമല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ നടന്ന വൻ ആസൂത്രണമാണെന്ന തെളിവുകൾ പുറത്തു വരികയാണ്. തന്ത്രിയും ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളും അഴിക്കുള്ളിലായിട്ടും ഈ ഗൂഢാലോചനയുടെ യഥാർത്ഥ സൂത്രധാരന്മാർ ഇപ്പോഴും നിഴലിലാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഈ കേസിൽ ഇത്രയും കാലം മൗനം പാലിച്ചത്? ഹൈക്കോടതിക്ക് കടുത്ത ഭാഷയിൽ ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ട്? ഈ കേസിന്റെ തുടക്കം മുതൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. സ്വർണം മാറ്റിയെന്ന പരാതി ഉയർന്നപ്പോൾ തന്നെ ഉചിതമായ നടപടിയെടുക്കുന്നതിന് പകരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡും ഭരണകൂടവും സ്വീകരിച്ചതെന്ന ആക്ഷേപവും ശക്തമാണ്. മാസങ്ങളോളം ഈ ഫയലുകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടന്നു. അറസ്റ്റിലായ എൻ വിജയകുമാറും ശങ്കരദാസും ഭരണകക്ഷിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം പാർട്ടിക്കാർ ഉൾപ്പെടുമ്പോൾ അന്വേഷണം വഴിമുട്ടുന്ന പതിവ് ശൈലി ഇവിടെയും ആവർത്തിച്ചു. അന്വേഷണം എങ്ങും എത്താതെ നിന്നപ്പോഴാണ് ഹൈക്കോടതി ഇടപെടുന്നത്. ഉന്നതർക്കെതിരെ നടപടിയെടുക്കാൻ എന്തിനു ഭയക്കുന്നു എന്ന കോടതിയുടെ ചോദ്യം സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി. ഈ വിമർശനത്തിന് പിന്നാലെയാണ് പോലീസ് ധൃതി പിടിച്ച അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. സത്യത്തിൽ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇപ്പോഴും എങ്ങും എത്താതെ ഇരുന്നേനെ എന്ന് വ്യക്തമാണ്. സ്വർണം മാറ്റുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്തുന്നതിന് പകരം അവർക്ക് സംരക്ഷണം നൽകിയ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ഈ കേസ് വെറും ഒരു സ്വർണ്ണ മോഷണമല്ല എന്ന് നാം തിരിച്ചറിയണം. ഇത് ആസൂത്രിതമായ ഒരു ഭരണകൂട ഭീകരതയുടെയും വിശ്വാസവഞ്ചനയുടെയും കഥയാണ്. തന്ത്രിയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളും അഴിക്കുള്ളിലായി കഴിഞ്ഞു. എന്നാൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ അഴിമതിയുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണ് പടർന്നിരിക്കുന്നത്? ഭക്തരുടെ കാണിക്കപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതു സംവിധാനത്തെ സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കാൻ ഇവർക്ക് ധൈര്യം ലഭിച്ചത് എവിടെ നിന്നാണ്? ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരോക്ഷമായ പിന്തുണയില്ലാതെ ഇത്ര വലിയൊരു കൊള്ള ശബരിമലയുടെ മണ്ണിൽ നടക്കില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഹൈക്കോടതി ഓരോ തവണയും ചാട്ടാവാറെടുക്കുമ്പോൾ മാത്രം അനങ്ങുന്ന ഒരു പോലീസ് സംവിധാനം നമുക്ക് മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ്. മുൻ മന്ത്രിമാരിലേക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്കും അന്വേഷണം നീങ്ങുമ്പോൾ കേരളം കാണാനിരിക്കുന്നത് രാഷ്ട്രീയ ഭൂകമ്പമായിരിക്കും. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷവും ഭക്തജന സംഘടനകളും തെരുവിലിറങ്ങുമ്പോൾ ഇനിയും ന്യായീകരണങ്ങളുമായി വരാൻ ഭരണകൂടത്തിന് കഴിയില്ല. സ്വർണം മാറ്റിയത് ഫോൺ സന്ദേശങ്ങളിലൂടെയും വാട്സപ്പ് കോളുകളിലൂടെയും ആസൂത്രണം ചെയ്തവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കാലനാകുമെന്നും. ഈ കേസിൽ ഇനി വേണ്ടത് വെറും ഒരു അന്വേഷണമല്ല, മറിച്ച് ശിക്ഷാ നടപടികളാണ്. രാഷ്ട്രീയ യജമാനന്മാരെ രക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്ന പതിവ് രീതി ഇവിടെയും തുടർന്നാൽ വിശ്വാസികൾക്ക് കോടതിയിൽ മാത്രമാകും ഇനി പ്രതീക്ഷ. ശബരിമലയുടെ വിശുദ്ധി തകർക്കാൻ ശ്രമിച്ചവർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.